എറണാകുളത്ത് വ്യാപകമായ പെൺവാണിഭം. എറണാകുളം വൈറ്റിലയിലെ ആർട്ടിക് ഹോട്ടലിലെ 4 സ്റ്റാർ ഹോട്ടലാണ്. അവിടെ ഇന്നലെ പോലീസ് റെയ്ഡ് നടത്തി 11 സ്ത്രീകളെ പിടിച്ചു. ആ സ്ത്രീകളുടെ താമസ സ്ഥലത്ത് അവിടെ ഒരു ഇടനിലക്കാരനുണ്ട്, അയാളെയും പോലീസ് പിടിക്കുകയുണ്ടായി. ഈ 4 സ്റ്റാർ ഹോട്ടലിലെ മുകളിലെ 3 മുറി, ഒരു ഫ്ലോർ കംപ്ലീറ്റ് സ്പായ്ക്ക് വേണ്ടി എടുത്തിരിക്കുകയാണ്. മഞ്ചേരി സ്വദേശിയായ നൗഷാദാണ് 3-ാം നിലയിലെ ആ 3 മുറികൾ എടുത്തിരിക്കുന്നത്. 4 സ്റ്റാർ ഹോട്ടലാണ്, വലിയ ശല്യമില്ല, സ്പായാണ്. നമുക്കറിയാം, നിങ്ങളുടെ ദേഹം തിരുമാനും പിടിക്കാനും ഒക്കെയുള്ള സൗകര്യമാണ് സ്പാ ചെയ്തു തരുന്നത്. അത് ചിലപ്പം പുരുഷന്മാരുണ്ടാവാം, സ്ത്രീകളായിരിക്കാം അവിടെ തിരുമുന്നത്. അത് നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ ധാരാളം കണ്ടു, തായ്ലൻഡിലൊക്കെ അത് വളരെ കൂടുതലാണ്. ഏതായാലും ഇന്ത്യയിലെ പല സ്ഥലത്തും ടൂറിസ്റ്റ് സെൻ്ററുകളെല്ലാം ഇപ്പം സ്പാ ഉണ്ട്. കേരളത്തിലും അത് സ്പാ വ്യാപകമായി. സ്പായുടെ മറവിലാണ് ഈ പെൺവാണിഭം നടക്കുന്നത്. ഇപ്പോൾ അവിടെ തന്നെ 11 സ്ത്രീകളെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ കെട്ടിടം വാടകയ്ക്കെടുത്ത് നൗഷാദിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹോട്ടലിൽ ഒരാളൂടെ ഉണ്ടായിരുന്നു, ജോസ്. അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് വലിയൊരു ബിസിനസ്സാണ് കേരളത്തിൽ. റിസോർട്ടുകളിലെല്ലാം ഇത് എത്തിക്കുന്ന പതിവായി കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും ഇപ്പോൾ സ്പാ ഉണ്ട്. സ്പായുടെ മറയിൽ എന്താ നടക്കുന്നതെന്ന് ഇപ്പം പോലീസിനും നാട്ടുകാർക്കൊക്കെ അറിയാം. ഇവിടെ ഈ ആർട്ടിക് ഹോട്ടലിൻ്റെ ആ മുറി വാടകയ്ക്കെടുത്തിരിക്കുന്ന ആ സ്ഥലത്ത് ഒരു മാനേജറുണ്ട്, സ്പായുടെ മാനേജർ. അവർക്ക് 30,000 രൂപയാണ് ശമ്പളം. ഇവിടെ 15,000 രൂപയൊക്കെയാണ് ഈ സ്ത്രീകളെ ആ സ്പായിൽ നിയോഗിച്ചിരിക്കുന്നത്. അത് ഫ്ലർട്ട് ചെയ്ത് പോകുന്നതിന് വേറെ പൈസയായിരിക്കാം. എന്നാൽ ഇവർക്ക് 15,000 രൂപയാണ് ഈ സ്പായിലെ ജോലിക്കാരായ ഈ 11 സ്ത്രീകൾക്ക് ശമ്പളം. അത് ഏകദേശം സ്പായിലെ എടുത്തിരിക്കുന്ന ആൾക്കാർ, ഹോട്ടലിലെ ആൾക്കാർക്ക് ആ 3-ാമത്തെ നിലയ്ക്ക് അല്ലെങ്കിൽ ആ 3 മുറിക്ക് 3.5 ലക്ഷം രൂപ വാടക എന്ന് പറയുന്നുണ്ട്. അത് വലിയൊരു വരുമാനമാണ് ആ ഹോട്ടലുകാർക്ക്. കാരണം 4 സ്റ്റാർ ഹോട്ടലാണ്. അവിടെ വരുന്നതിന് ആർക്കും മടിയില്ല, വന്നിട്ട് പോകാം, സംശയിക്കത്തില്ല. പിന്നെ ഒരു ഫ്ലോർ കംപ്ലീറ്റ് സ്പായുടെ പരിധിയിലാണ്. ഹോട്ടലിൽ തന്നെ അതിൻ്റെ ഒരു ജോസ് എന്ന് പറഞ്ഞ ഒരാൾ ആ ഹോട്ടലിനകത്തൂടെ കറങ്ങി നടക്കും. അത് വാടകയ്ക്ക് എടുത്ത ആൾ നൗഷാദ് മഞ്ചേരിക്കാരനാണ്. ഇത് കേരളത്തിൽ വ്യാപകമായി കഴിഞ്ഞിരിക്കുന്നു. കുറേ നാളുകളായി ഈ ഒരു സംഭവം കേരളത്തിൽ നടക്കുന്നു. ഇപ്പോഴാണ് പോലീസ് റെയ്ഡ് ചെയ്യുന്നത്. കാരണം ഇന്ത്യയിലെ എല്ലാ സിറ്റികളിലും സ്പായുണ്ട്. അത് തന്നെയല്ല, 10-25 വർഷം മുമ്പ് മുതൽ ബോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലും ചെന്നൈയിലും ഒക്കെ ഈ ഒരു സ്പാ ബിസിനസ് പോലെ തന്നെ ധാരാളം സ്ത്രീകൾ ഈ പ്രൈവറ്റായിട്ട് അവർ ഈ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്ത് ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഇവിടുത്തെ ഒരു കോഴ്സിന് കൽക്കട്ടയിൽ പോയി. അന്ന് ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. ആ സമയത്ത് നമ്മളെ ഞെട്ടിച്ചത് കൽക്കട്ടയിലെ ടൗണിലുള്ള ഒരു പോലീസ് ഓഫീസർ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ ഒരു ട്രെയിനിങ് ആയിരുന്നു, ഇൻവെസ്റ്റിഗേഷനിലെ ഫോറൻസിക്കിൻ്റെയൊക്കെ ഒരു ട്രെയിനിങ് 6 മാസത്തേന്. അപ്പോൾ എൻ്റെ കൂടെ അവിടെ കൽക്കട്ടയിലുണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ ആ ടൗണിലെ ഒരു SHO ആണ്, സർക്കിൾ ഇൻസ്പെക്ടറാണ്. 2-3 പോലീസ് സ്റ്റേഷൻ പുള്ളിയുടെ കീഴിലുണ്ട്. ആ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഫ്ലാറ്റുകളാണ്. അവിടെ സ്പാ പോലെയുള്ള ബിസിനസ്സാണ്. ഓരോ ഫ്ലാറ്റിലും ഉള്ള പ്രത്യേക അപ്പാർട്ട്മെൻറ്റായിട്ടല്ല, വലിയ മുറികളാണ്, അറ്റാച്ച്ഡ് ബാത്റൂം. അവിടെ 40 നിലയുള്ള ഫ്ലാറ്റിലൊക്കെ ഏകദേശം 40 നില ഇതുപോലെയുള്ള റൂംസിലാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള സ്ത്രീകളെ അവിടെ ലഭിക്കും. ഭയങ്കര ബിസിനസ്സാണ്. അവിടുത്തെ ഒരു SHOയുടെ പോസ്റ്റിംഗ് അന്ന് 10-25 വർഷം മുമ്പത്തെ കാര്യം ആലോചിക്കണം. അന്ന് 15 ലക്ഷവും 20 ലക്ഷം രൂപയും കൊടുക്കണം. ഞാൻ തന്നെ അന്തം വിട്ടുപോയി ആ കൈക്കൂലിയുടെ വരവ്. കാരണം ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ SHO എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ മുങ്ങുന്നു, ക്ലാസ്സിലില്ല. അപ്പം ഞാൻ ചോദിച്ചത്, എന്താ സാറേ, ഞാൻ ഇവിടുത്തെ SHO ആണ്, മുടക്കിയ പൈസ തിരിച്ചു കിട്ടണ്ടേ, അവിടെ നിന്നില്ലേ പണം വരില്ല. ഡെയിലി കളക്ഷനാണത്. അത്
40-40ഓളം ആ 3 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കൽക്കട്ട ടൗണിൽ 40ഓളം ഫ്ലാറ്റുകളുണ്ട്. കംപ്ലീറ്റ് സ്പാ പോലത്തെയുള്ള ബിസിനസ്സുകളാണ്. ഏത് ഏജിലുള്ള ആൾക്കാരെ കിട്ടും, ഏത് സ്റ്റേറ്റിലുള്ള പെൺകുട്ടികൾ അവിടെ അവൈലബിൾ ആണ്. അത് നിർബാധം അവിടെ തുടരുക, അന്നും തുടരുന്നുണ്ട്, ഇപ്പോഴും തുടരുന്നുണ്ട്. ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഇത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വകഭേദമാണ് കേരളത്തിൽ ഇപ്പം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 3-4 വർഷമായിട്ട് അങ്ങനെ തന്നെ. അത് റിസോർട്ടിലൊക്കെ പല സ്ഥലത്തും ഇങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്ന ആൾക്കാർ അവിടെ ഗസ്റ്റായിട്ട് വരും. അതും കേരളത്തിൽ വ്യാപകമായി. കേരളത്തിൻ്റെ സാംസ്കാരിക നിലവാരം തകർന്നു പോയി, അത് സംശയമില്ല. നമ്മുടെ പിടിവിട്ടു പോയി. കുട്ടികളെല്ലാം വയലൻസിലാണ്. റിസോർട്ടിനകത്ത് എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ തന്നെ വെളിയിൽ പറയാൻ പേടിയാണ് പലർക്കും. കാരണം ഗുണ്ടകളുടെ സംരക്ഷണത്തിൽ തന്നെയാണ് പല റിസോർട്ടുകളും നടക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായി, അത് കേരളത്തിലും ഇപ്പം വ്യാപകമായി കഴിഞ്ഞു. കാരണം പല സിറ്റികളിലും ഇതുപോലെയുള്ള സൗകര്യം ഇപ്പം ലിവിങ് ടുഗദർ വലിയ ഒഫൻസൊന്നുമില്ല. പലരും അങ്ങനെയാണ് ഇന്ത്യയിൽ കഴിയുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലുള്ളൊരു ലിവിങ് ടുഗദർ ധാരാളം പേരുണ്ട്. അവസാനം ഒരു പാർട്ട്ണർ മറ്റൊരു പാർട്ട്ണറെ കൊല്ലുകയോ അല്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് കൊല്ലിക്കുകയോ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബ ഭദ്രതയെല്ലാം തകർന്ന് തരിപ്പണമായി കേരളത്തിൽ. അതിൻ്റെ ലക്ഷണങ്ങളാണ്. എല്ലാ ഹോട്ടലിലും 5 സ്റ്റാർ ഹോട്ടലിൽ ഇത് സ്പാ നടക്കുന്നുണ്ട്. അവിടെ സ്ത്രീകളെ അവൈലബിളാണ്. അതൊക്കെ ഏത് സാംസ്കാരിക നേതാക്കന്മാരും ഏത് രാഷ്ട്രീയക്കാരും ഏത് ഗവൺമെൻറ്റും ഏത് പോലീസ് വിചാരിച്ചാലും ഇതൊന്നും നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് വളരെ വ്യാപകമായി. ഓരോ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഇതുപോലുള്ള സൗകര്യം പല റെസിഡൻറ്റ് അസോസിയേഷൻ ആൾക്കാർ പോലെ അവരുടെ ചില ഏരിയയിൽ വന്ന് പുതിയ താമസക്കാർ വരും മിണ്ടാതിരിക്കുകയാണ്. കാരണം അടി പാഴ്സലായിട്ട് കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. ഏതെങ്കിലും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിട്ടിരിക്കുന്നു. പോലീസ് കുറച്ചുകൂടെ ശക്തമായിട്ട് വരണം. കുറേയൊക്കെ പോലീസിന് വിചാരിച്ചാൽ ഒതുക്കാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ അത് നമുക്ക് കഴിയില്ല. കാരണം സ്പായൊക്കെ ടൂറിസത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള ബിസിനസ് പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക. അവരുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ ശ്രദ്ധിക്കുക. അവർ കഴിവുള്ളിടത്തോളം ജോലി കഴിഞ്ഞ് വീട്ടിലും അല്ലെ പഠനം കഴിഞ്ഞ് വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടാനുള്ള അവസരം, അതാണ് ഏറ്റവും കാമ്യമായ ഒരു കാര്യമെന്നാണ് ഞാൻ കരുതുന്നത്.